കോന്നി നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് തൊഴിലന്വേഷകരായ യുവതീ യുവാക്കൾക്ക് പുതിയതായി തുടങ്ങിയ ജോബ് സ്റ്റേഷൻ ഗുണകരമാകുമെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ MLA പറഞ്ഞു. മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെയും ഇത് സംബന്ധിച്ച വിജ്ഞാന പഞ്ചായത്ത് ആലോചനാ യോഗത്തിന്റെയും ഉദ്ഘാടനം കോന്നി ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കോന്നി മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെയും ഇത് സംബന്ധിച്ച വിജ്ഞാന പഞ്ചായത്ത് ആലോചനാ യോഗത്തിന്റെയും ഉദ്ഘാടനം കോന്നിയിൽ കെ യു ജനീഷ് കുമാർ MLA നിർവഹിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഇവർക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും സംസ്ഥാനത്തൊട്ടാകെ 5000 പേർക്ക് ഈ മാസം തന്നെ ഇതിന്റെ പ്രയോജനങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു. കോന്നി മെഡിക്കൽ കോളേജ് നമുക്കറിയാം, കൂട്ടിയതാണ്. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി HLL 352 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചു. എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തും? അതിനുവേണ്ടി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും യോഗം വിളിച്ചു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നോളജ് ഇക്കോണമി മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായാണ് വിജ്ഞാനം പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ താലൂക്ക് തലത്തിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. കോന്നിയിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ 4ാം നിലയിലാണ് ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത്. മലയോര മേഖലയായ മണ്ഡലത്തിൽ തൊഴിലവസരങ്ങൾ കാത്തിരിക്കുന്ന യുവതീ യുവാക്കൾ ഏറെയുണ്ട്. അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രോത്സാഹനം നൽകി ഉചിതമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ചാർലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ R. അജിത് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് ആദ്യഘട്ട രജിസ്ട്രേഷന് ജോബ് സ്റ്റേഷനിൽ തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ സുരേഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബിന്ദു രേഖ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PG ആനന്ദൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.